ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യനായകനായി ആർ ജെ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15 വെള്ളിയാഴ്ച കേരളത്തിൽ മെഗാ ബ്ലോക്ക് ബസ്റ്റർ വിജയകുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് കറുപ്പ്. ചിത്രം 4-ാം ദിവസവും വർക്കിംഗ് ദിനം കൂടിയ തിങ്കളാഴ്ചയാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 3 ദിവസത്തെ ഒഫീഷ്യൽ പോസ്റ്ററും അതുപോലെ തന്നെ ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ടും വിശദമായി പുറത്തു വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ പോസ്റ്റർ പ്രകാരം ആദ്യ 3 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് 147 കോടി രൂപയാണ്. ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ആദ്യ 3 ദിവസം കൊണ്ട് ഈ സിനിമ തമിഴ്നാട്ടിൽ 51,48,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ 10,11,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 12,47,00,000, കേരളത്തിൽ 7,08,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,60,00,000 എന്നിങ്ങനെ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 82,74,00,000 രൂപയാണ്. ഓവർസീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് $4.49 മില്യൺ, അതായത് 43,18,00,000 രൂപയാണ്. അങ്ങനെ ലോകമെമ്പാടുമായി 125,92,00,000 രൂപയാണ് ആദ്യ 3 ദിവസം കൊണ്ട് കറുപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത്. 70 കോടി ബ്രേക്ക് ഇവൻ പോയിന്റുള്ള ഈ സിനിമയ്ക്ക് തിയേറ്റർ ഷെയറായി ലഭിച്ചിരിക്കുന്നത് 61,39,00,000 രൂപയാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ 88% ഈ സിനിമ റിക്കവർ ചെയ്തിരിക്കുകയാണ്. ഇനി 4-ാം ദിവസമെന്ന തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,25,00,000 റേഞ്ചിലാണ്. കർണാടകയിൽ 1.5 കോടി പ്രതീക്ഷിക്കുന്ന ഈ സിനിമ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 2.5 കോടിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് തമിഴ്നാട് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 10 കോടി റേഞ്ചിലാണ്. അങ്ങനെ ഇന്ന് തിങ്കളാഴ്ച ഇന്ത്യൻ കളക്ഷനായി മാത്രം 16 കോടി പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 23-25 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ ലോകമെമ്പാടുമായി 150 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് മെയ് 14 വ്യാഴാഴ്ച തിരളത്തിൽ പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് അതിരടി. ടോവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, റിയ ഷിബു, സെറിൻ ഷഹാബ്, ദർശന രാജേന്ദ്രൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 20,35,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 5-ാം ദിവസവും വർക്കിംഗ് ദിനം കൂടിയ ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2.5 കോടിക്ക് മുകളിലാണ്. അങ്ങനെ ഇന്ന് തിങ്കളാഴ്ചയും ഈ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെ കേരളത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ 22,90,23 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ആദ്യ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 45,50,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 5-ാം ദിവസം എന്ന തിങ്കളാഴ്ചയോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബ്ബിൽ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത്. മഹേഷ് നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 1 തിരളത്തെ മലയാള സിനിമയാണ് പേട്രിയറ്റ്. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഏകദേശം ഫൈനൽ റണ്ണിലേക്ക് അടുത്തിരിക്കുകയാണ്. 18-ാം ദിവസം എന്ന തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 5 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 29,17,00,000 റേഞ്ചിലാണ് ആദ്യ 18 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 79-80 കോടി റേഞ്ചിൽ തന്നെയാണ്. ഷെയ്ൻദഗൻ നായകനെ മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത് മെയ് 8 തിരളത്തിൽ പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ദൃഢം. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 11 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ 10 ദിവസം കൊണ്ട് അങ്ങനെ 3,71,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 11-ാം ദിവസം എന്ന തിങ്കളാഴ്ച കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 3 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 3,74,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏപ്രിൽ 10 കേരളത്തിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. സൈജു കുറുപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി മെയ് 8 OTT റിലീസ് പൂർത്തിയാക്കിയിരുന്നു. OTTയിലും മികച്ച ട്രെൻഡിംഗ് നിലനിർത്തി മുന്നോട്ട് പോകുന്ന ഈ സിനിമ ഇന്നലെ വരെയുള്ള 38 ദിവസം കൊണ്ട് കേരളത്തിൽ 28,05,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് വന്ന പോസ്റ്റർ പ്രകാരം 50 കോടി രൂപയാണ് ഈ സിനിമ നേടിയെടുത്തത്. എന്നാൽ ട്രാക്കേഴ്സ് റിപ്പോർട്ടിൽ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് 45 കോടി രൂപ മാത്രമാണ്. വിഷു റിലീസായി ഏപ്രിൽ 15 തിയേറ്ററിലെ മലയാള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസ് നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 30 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞ ഈ സിനിമ ഇന്നലെ വരെ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 13,60,00,000 രൂപയാണ്. സിനിമയുടെ 30 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 19,20,00,000 രൂപയുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.